നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരുടെ ഒറ്റക്കെട്ട് പൊട്ടിയിരിക്കുന്നു. കാരണം എറണാകുളം അങ്കമാലിയിലെ വിമത പ്രമാണികൾ വ്യാജരേഖ കേസിൽ ആലഞ്ചേരി പിതാവിനെതിരായി 32 പേജുകളുള്ള വ്യാജരേഖയുണ്ടാക്കിയതിന് തെളിവ് സഹിതം ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കേസിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായ ആ കേസിൽ തേലക്കാടൻ ഉൾപ്പെടെയുള്ള കല്ലൂക്കാരൻ അച്ഛൻ ഉൾപ്പെടെയുള്ള ആദ്യത്തിനുൾപ്പെടെയുള്ള പ്രതികൾ എല്ലാ തെളിവുകളോടും കൂടി കാക്കനാട് കോടതിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്ന കേസിൽ വിമതന്മാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം ഞായറാഴ്ച ഒരു കുർബാന ചെല്ലാൻ വിമതർ സമ്മതിച്ചു. അതുകൊണ്ടാണ് ഒറ്റക്കെട്ട് പൊട്ടിപ്പോയത്. ഇപ്പോൾ വിമത പ്രമാണികൾ ഷൈജു ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ നിരാശാഭരിതരായി വിമത വൈദികരെ വിട്ട് എറണാകുളം അങ്കമാലിയിലെ വിമത ക്യാമ്പുകളിലാകെ അങ്കലാപ്പും തകർച്ചയും ആക്രോശങ്ങളും മുഴങ്ങുകയാണ്. വ്യാജരേഖ കേസിൽ പ്രതികളായ ഈ വൈദികരെയും ആദിത്യനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഫാദർ തേലക്കാട്ടൊക്കെ. ഒന്നാം പ്രതിയായിരിക്കുന്ന തേലക്കാട്ട് ഏകീകൃത കുർബാനക്രമം അർപ്പിച്ചത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അവർ കീഴടങ്ങിയതിൻ്റെ രഹസ്യം നമ്മുടെ തട്ടിൽ പിതാവും ബോസ്കോ പുത്തൂർ പിതാവും ആ പാമ്പ്ലാനിയുമൊക്കെ ഇവരെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വസനീയമായി അറിയുന്നത്. പക്ഷേ വക്കീൽ ഒരു കാര്യം പറയട്ടെ, ഇത്രയേറെ ശക്തമായ ഡിജിറ്റൽ എവിഡൻസ് സഹിതം ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുന്ന ആ കേസിൽ നിന്നും കൃത്രിമമായ ഈ രേഖ ഉണ്ടാക്കിയ വിമതരെ രക്ഷിക്കാനും ആ കേസ് ഒത്തുതീർപ്പാക്കാനും രക്ഷപ്പെടുത്താനുമാണ് എങ്കിൽ ഈ കേസിൽ ഞാൻ കോടതിയിൽ നേരിട്ട് ഹാജരായി ഈ കേസിൽ കക്ഷി ചേർന്ന് ഈ കേസ് ഒത്തുതീർപ്പാകാൻ അനുവദിക്കില്ല ഒരു കാരണവശാലും. ഇത് നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള വാദികളും പ്രതികളും യോജിച്ചാൽ പോലും കോടതിയിൽ ഒത്തുതീർപ്പാൻ തീർക്കാൻ കഴിയാത്ത വകുപ്പുകളാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഈ വ്യാജരേഖ സൃഷ്ടിച്ചതിന് ഉള്ളത്. വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കേസ് കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ചാർജ് ഷീറ്റ് കാക്കനാട് കോടതിയിൽ പോലീസ് ഫയൽ ചെയ്തിട്ടും അതിന്റെ വിചാരണ നീണ്ടു പോകുന്നതിന്റെ പുറകിൽ അങ്ങ് മൗണ്ട് സെന്റ് തോമസില് ഈ കേസിന്റെ നടത്തിപ്പുകാരനായിരിക്കുന്ന കാവിൽ പുരയിടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കേസ് എത്രയും വേഗം വിചാരണ ചെയ്യപ്പെടാനും ഈ കേസ് കോമ്പൗണ്ട് ചെയ്ത് ഇല്ലാതാക്കപ്പെടാനും ഉള്ള സാഹചര്യത്തിൽ ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് കാക്കനാട് കോടതിയിലും ഹൈക്കോടതിയിലും മാത്രമല്ല സുപ്രീം കോടതിയിൽ വരെ പോരാട്ടത്തിന് ഈ വക്കീൽ തയ്യാറാണ്. ഒരിക്കലും ആലഞ്ചേരി പിതാവ് എന്ന നിരപരാധിയെ ദൂഷിക്കാൻ വേണ്ടി നടത്തിയ ഈ വ്യാജരേഖ കണ്ടിട്ടാണ്, ഇതിന്റെ ചാർജ് ഷീറ്റ് കണ്ടിട്ടാണ് ഈ വക്കീൽ ആലഞ്ചേരി പിതാവ് എന്ന വിശുദ്ധ പുരുഷന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണത്. അതുകൊണ്ട് ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. വിമതരെ നിങ്ങൾ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇപ്പോൾ കാണുന്നത് വിമതരുടെ കെട്ടുകൾ ഒറ്റക്കെട്ട് പൊളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയില് സിനഡിനോടും സഭയോടും ഒപ്പം നിൽക്കുന്നവർ വിരലിലെണ്ണാവുന്ന ആളുകളാണ് എന്നാണ് ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. ഈ പാമ്പ്ലാനിയെ പോലുള്ള മെത്രാന്മാർ സിനഡിനെ ധരിപ്പിച്ചിരുന്നത്. പക്ഷേ സത്യം അതല്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊരട്ടിപ്പള്ളിയിൽ ആ വിമത വൈദികരുടെ വലിയ പ്രധാനിയായിരിക്കുന്ന ഇടശ്ശേരി അവിടെ കുർബാനയർപ്പിച്ചപ്പോൾ 11 മണിക്ക് കുർബാനയർപ്പിച്ചപ്പോൾ കൊരട്ടിപ്പള്ളിയിൽ ജനസാഗരം ഇരമ്പിക്കയറി. കാർകുറ്റി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ അസമയത്ത് കുർബാനയർപ്പിച്ചിട്ട് കാർകുറ്റിയിലെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം കാർകുറ്റി സെന്റ് സേവിയേഴ്സ് പള്ളിയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവിടെ ഈ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വിമത അസിസ്റ്റന്റ് വികാരിക്ക് തലകറക്കം അനുഭവപ്പെട്ടു. ഒരിക്കലും ഇങ്ങനെ ആളുകൾ സിനഡിനോടൊപ്പമാണ്, സഭയോടൊപ്പമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ഇതാ ലൂക്കോസ് കുന്നത്തൂർ എന്ന വിമത പാതിരി നയിക്കുന്ന അങ്കമാലി ഫൊറോന പള്ളിയില് സിനഡ് കുർബാന നടന്നു. അങ്ങനെ നടന്നപ്പോൾ അവിടെ അങ്കമാലിയിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ വിശ്വാസികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെയൊക്കെ തെളിഞ്ഞു കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഓരോ ഇടവക സമൂഹത്തിലും 2 കാറ്റഗറികളുണ്ട്. ഒന്ന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടി പള്ളിയെയും പാതിരിയെയും വികാരിയെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ, ആശ്രിതരായ ആളുകൾ. അവർ വികാരി പറഞ്ഞാൽ അനുസരിക്കും, അവർക്ക് വേണ്ടി കൈയടിക്കും. സത്യം അവർക്കറിയില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം അവർ ഒരു 10-20% ഉള്ളൂ. ബാക്കി
പള്ളിയെയും പാതിരിയെയും സാമ്പത്തികമായി ആശ്രയിക്കാതെ പള്ളിക്ക് വേണ്ടി അടിമകളാകാൻ അനുവദിക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഓരോ ഇടവകയിലെയും ജനങ്ങൾ സഭയോടൊപ്പമാണ്. അവർക്കൊരിക്കലും വിമത വൈദികരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം കാണാറുണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മിക്കവാറും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ റാലിയിൽ പങ്കെടുക്കും. അതേസമയം UDFന്റെ റാലിയിൽ പങ്കെടുക്കുന്ന ആളുകൾ കുറവായിരിക്കും. അവിടെ വോട്ട് ചെയ്യുന്ന ആളുകൾ മഹാഭൂരിപക്ഷവും വഴിയിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാതെ വീട്ടിനകത്തിരിക്കും. പക്ഷേ വോട്ട് വരുമ്പോൾ അവിടെ UDF ജയിക്കും പലപ്പോഴും. ഇതുപോലെയാണ് ഈ ഇടവകകളിൽ, പള്ളികളിൽ ഈ വൈദികരെ ആശ്രയിക്കുന്നവരും സാമ്പത്തിക സഹായം തേടുന്നവരും ഇനി ആ പള്ളി കമ്മിറ്റിയിൽ ചെന്ന് പ്രമാണിയാകാൻ ആഗ്രഹിക്കുന്ന വേറൊരു ചെറിയ വിഭാഗവും. ഇങ്ങനെ ഒരു വിഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ വിമതരുടെ കൂടെ നിൽക്കുന്നത്. അന്തസ്സും അഭിമാനവുമുള്ള ആളുകൾ, കുടുംബത്തിൽ പിറന്ന ആളുകൾ ഒക്കെ സഭയോടൊപ്പം നിന്നുകൊണ്ട് സിനഡ് കുർബാന കാണാൻ, ഏകീകൃത കുർബാന കാണാൻ ഇരച്ചു കയറിയ കാഴ്ച ഇത് അങ്കമാലിയിലും കറുകുറ്റിയിലും കൊരട്ടിയിലും വിമതരുടെ കോട്ടകളാണെന്ന് വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിലാണ് സംഭവിച്ചത്. ഈ അവസ്ഥയാണ് എറണാകുളം അങ്കമാലിയിലെ മറ്റു പള്ളികളിലും എന്ന് നമുക്ക് കാണാം. ഈ അൺടൈമിലി ആയിട്ടുള്ള കുർബാനകൾ നിർത്തിക്കൊണ്ട് സമയത്തിനുള്ള കുർബാനകൾ വെച്ചാൽ വിശ്വാസികൾ അറിഞ്ഞാൽ അവിടെ വിശ്വാസികൾ ഇരമ്പിക്കയറും. തെക്കുള്ള മെത്രാന്മാർ ചങ്ങനാശ്ശേരിയിലും പാലായിലുമുള്ള മെത്രാന്മാരോട് എനിക്ക് പറയാനുള്ളത്, എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ സഭയോടൊപ്പമാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.